ഹലോ ഗൈസ്, അപ്പം നമ്മൾ ചിക്കൻ മേടിക്കാൻ പോവാണ്. ചിക്കൻ മേടിക്കാൻ പോകുന്നതിന് വ്ളോഗ് എടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. നമ്മളോട് നാട്ടിൽ നിന്നൊക്കെ കുറേ പേര് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഇവിടെ ഫ്രോസൺ ചിക്കൻ അല്ലേ നിങ്ങൾക്ക് കിട്ടുക? ഫ്രഷ് ചിക്കൻ ഈ കടയിലൊക്കെ പോയി വെട്ടി മേടിച്ചിട്ട് കഴിക്കുന്ന ആ സെറ്റപ്പാണല്ലോ നമുക്ക് നാട്ടിൽ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുമോ? നിങ്ങൾ ഈ ഫ്രോസൺ ചിക്കനൊക്കെ അല്ലേ കഴിക്കണേ? അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ? അപ്പം അവർക്ക് ഒരു ആൻസർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് ചിക്കൻ മേടിക്കാൻ പോകുന്ന ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തിട്ടേക്കാന്ന് വിചാരിച്ചു. ഇനി ഇത് വെറൈറ്റി അല്ലേ? അപ്പോൾ നമ്മുടെ തൊട്ട് അടുത്ത് തന്നെ നമുക്ക് ഇവിടെ ചിക്കൻ മേടിക്കാൻ കിട്ടും. അപ്പം ഞങ്ങൾ കാണിച്ചു തരാം നമ്മളെങ്ങനെയാണ് ഈ ദുബായ്ക്കാരെങ്ങനെയാണ് ചിക്കൻ മേടിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ലൈവായിട്ട് ഖത്തറിൽ ചിക്കൻ മേടിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മുന്നിൽ ആദ്യമായി സമർപ്പിക്കുന്നു. ഹാപ്പി വിത്ത് ആഷ്. ഒരു ചിക്കൻ മേടിക്കാനായിട്ട് കുടുംബസമേതം ഒരുങ്ങി ഇറങ്ങി ഖത്തറിലെ തെരുവീതിയിലൂടെ അലഞ്ഞു തിരിയുന്ന ഒരു യുവതി ഒരു യുവാവ്. യുവതിയൊക്കെ എന്നായിരുന്നു? യുവതിയൊക്കെ പണ്ട്. ഞാനിപ്പോഴും യുവതിയാ. അത് നിനക്ക് പറയാം. വളർച്ചയില്ലാത്ത യുവതിയാ. ബുദ്ധിക്ക് വളർച്ചയില്ലാത്ത യുവതി. അപ്പൊ നമ്മള് ചിക്കൻ സെന്ററിന്റെ ഫ്രണ്ടിലെത്തിയത്. നമ്മുടെ ഫ്ലാറ്റ് അവിടെയാണ്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ചിക്കൻ കിട്ടും. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇതിലേത് ചിക്കൻ വീട്ടിലേക്ക് വരും എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. കുഞ്ഞി, ഏത് ചിക്കനാ വേണ്ടേ? മുട്ടയിടുമോ? പാവം കോഴിക്കുഞ്ഞുങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പം നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മൾ ചിക്കൻ മേടിക്കാൻ വരുന്ന നമ്മുടെ ചിക്കൻ കട. അപ്പം നാട്ടിലെ പോലെ ചിക്കൻ നമുക്ക് ഇവിടെ നിന്ന് വെട്ടി നുറുക്കിയൊക്കെ കിട്ടും. എന്താണ് ചിക്കനെ കുറിച്ച് അഭിപ്രായം? ചിക്കൻ നല്ല ഫ്രഷ് ചിക്കനാണ്. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ കൂടുതൽ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നല്ലപോലെ വീർപ്പിച്ച ബ്രോയിലർ ചിക്കനല്ലേ. ഇവിടെ നല്ല ഫ്രഷ് ചിക്കനാണ് കേട്ടോ. ചെറിയ ചിക്കനായിരിക്കും, പക്ഷേ 45 ദിവസം പ്രായമായിട്ടുള്ള ചെറിയ ചിക്കനുകളായിരിക്കും. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കനുകളാണ്. നമുക്ക് കഴിച്ചു കഴിഞ്ഞാലും അങ്ങനെ വേറെ ഒത്തിരി നെയ്യുമില്ല, ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അങ്ങനെയാണ് നമുക്ക് ചിക്കൻ കിട്ടുക. നാട്ടിലാണെങ്കിൽ കഴിക്കുമ്പോഴത്തേനും നല്ല രസമാണ്, നല്ല നെയ്യൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ നെയ്യൊന്നും ഇട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ അങ്ങനെ കിട്ടൂല. എന്നാലും കുഴപ്പമില്ല, ഫ്രോസൺ കഴിക്കുന്നതിലും എന്തുകൊണ്ടും ബെറ്റർ അല്ലേ. അപ്പം നമുക്ക് ചിക്കൻ മാത്രമല്ല, അതേ ബീഫും എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും ഇവിടെ കട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് ചിക്കനൊക്കെ മേടിച്ചു. എവിടെ ചിക്കൻ കണ്ടോ? നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക് കവർ. അതെ, പക്ഷേ ഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് കവർ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മേടിച്ചു. ഇനി ചിക്കൻ കറി വെക്കുന്ന ഒരു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെ സംശയം അറിയില്ലേ? അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.